لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام الأتمان الأكملان على خاتم رسول الله أجمعين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين. ثم ما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ കഴിവിൻപടി സൂക്ഷിച്ച് പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. വിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട മസ്അലകളാണ് ഇന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. ഹജ്ജ് വെളിപാടകലെ എന്ന പോലെ നമ്മളോടടുത്ത് വന്നിരിക്കുകയാണ്. നമ്മളിൽ ഹജ്ജ് ചെയ്യാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്യുവാനും ഹജ്ജ് ചെയ്തവർക്ക് വീണ്ടും വീണ്ടും ഹജ്ജ് ചെയ്യുവാനുമുള്ള ആയുസ്സും ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ അമലുകൾ അല്ലാഹു ഉപരിലോകത്ത് കബൂലാക്കുകയും നമ്മളെല്ലാം അല്ലാഹു അവൻ്റെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഹജ്ജ് അല്ലാഹുവിനുള്ള മഹത്തായ ഇബാദത്താണ്. വലില്ലാഹി അലന്നാസ് ഹിജ്ജുൽ ബൈത്ത്. അല്ലാഹുവിന് ജനങ്ങളുടെ മേൽ ബാധ്യതയായിട്ടുള്ള കർമ്മമാകുന്നു കഅബത്തിങ്കൽ വെച്ചുള്ള ഹജ്ജ്. ഹജ്ജ് കർമ്മം കഅബത്തിനോ മക്കക്കോ അറഫക്കോ മുസ്ദലിഫക്കോ മിനക്കോ ഉള്ള കർമ്മങ്ങളല്ല, പ്രത്യുത അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അതുകൊണ്ടാണ് വലില്ല, അള്ളാഹുവിന് മാത്രമായുള്ള എന്ന് പ്രയോഗം വന്നത്. വ അതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഹജ്ജും ഉംറയും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനായി പൂർത്തീകരിച്ച് ചെയ്യുക എന്ന് പറയുകയുണ്ടായി. അവിടെയും ലില്ലാഹ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹജ്ജും ഉംറയും അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. കഅബ തവാഫ് ചെയ്യുന്നത്,
ഹജറിൽ മുത്തുന്നത്, സഫ മർവകൾക്കിടയിൽ സഅയ് നടത്തുന്നത്, അതേപോലെ അറഫയിൽ നിൽക്കുന്നത്, മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നത്, മിനയിൽ രാപ്പാർക്കുന്നത്, ജമറകളിൽ എറിയുന്നതെല്ലാം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ഇന്നമാ ജുഇല തവാഫു ഹൗലൽ കഅബ വസ്സഅയു ബൈന സഫ വൽ മർവ വറമിയുൽ ജിമാർ ലിഇഖാമത്തി ദിക്രില്ലാഹ്. കഅബയ്ക്ക് ചുറ്റും തവാഫ്, സഫ മർവയ്ക്കിടയിൽ സഅയ്, ജംറകളിൽ ഏറ്, ഇതെല്ലാം അള്ളാഹുവിനുള്ള ദിക്റിനെ നിലനിർത്തുവാൻ യഥാവിധമാക്കുവാനുള്ളതാണ് എന്നാണ് തിരുമൊഴി അറിയിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനുള്ള മഹനീയമായ മഹത്തായ ഇബാദത്താകുന്നു ഹജ്ജ്. ഹജ്ജിൻ്റെ പ്രാധാന്യവും ഹജ്ജിന് ഇസ്ലാമിലുള്ള സ്ഥാനവും അതിൻ്റെ മഹത്വങ്ങളും അറിയിക്കുന്ന ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആനിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ ചര്യകളിലും വന്നതായി നമുക്ക് കാണാം. അതേപോലെ ഹജ്ജ് നിർവഹിക്കുന്നവർ അവരുടെ ഹജ്ജും അതേപോലെ ഉംറ നിർവഹിക്കുന്നവരുടെ ഉംറയും യഥാവിധമാകുവാൻ അവർ പാലിക്കേണ്ടതായ കർമ്മങ്ങൾ, അത് റുക്നുകളായി, വാജിബുകളായി, സുന്നത്തുകളായി വിശദീകരിച്ച് വിഭജിച്ച് വിവരിച്ച് പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമാണ വചനങ്ങളിൽ സ്ഥിരപ്പെട്ടതനുസരിച്ച് അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾക്കൊത്ത് ഇത്തിബാഅോടുകൂടി ഹജ്ജ് കർമ്മം ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടതിൽ പിന്നെ ഒരു ഹജ്ജ് മാത്രമാണ് ചെയ്തത്. ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടതിൽ പിന്നെ ഒരു ഹജ്ജാണ് ചെയ്തത്. ഹിജ്റയുടെ 9 ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത്. പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായ പ്രകാരം 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 10 ഹജ്ജിന് പോയത്. ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ വലിയ ഒരു ജനാവലി തിരുദൂതരോടൊപ്പം ഹജ്ജിന് മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പല സംഘങ്ങളും ജസീറയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോകുന്ന വഴിയെ വന്ന് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം യാത്രയിൽ അനുഗമിച്ചിട്ടുണ്ട്. തിരുദൂതരോടൊപ്പം ഹജ്ജ് ചെയ്ത ഹാജിമാരുടെ എണ്ണം 1,20,000 എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം. അതിൽ കൂടുതൽ പറഞ്ഞവരുണ്ട്, കുറച്ച് പറഞ്ഞവരുണ്ട്. പക്ഷേ 1,20,000 എന്ന ആ അഭിപ്രായത്തെയാണ് പ്രാമാണികരിൽ പലരും ബലപ്പെടുത്തിയിട്ടുള്ളത്. 1,20,000 ആളുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജിനെ നോക്കുകയായിരുന്നു, സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു. തിരുദൂതരുടെ ഹജ്ജ് റിവായത്ത് ചെയ്ത റാവിമാരിൽ ഏറ്റവും പ്രബലനും വിശദമായി ഹജ്ജ് റിപ്പോർട്ട് ചെയ്ത റാവിയും ജാബിർ റളിയല്ലാഹു തആല അൻഹുവാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെട്ട് സഞ്ചരിച്ച് ഹജ്ജ് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വരുന്നത് വരെയുള്ള കർമ്മങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹജ്ജിന് പുറപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിരീക്ഷിക്കുകയും നോക്കിക്കാണുകയുമായിരുന്നു. അവർ നോക്കി, അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ നോക്കുവാനും നിരീക്ഷിക്കുവാനും പ്രാവർത്തികമാക്കുവാനും
അടിക്കടി അവരോട് കൽപ്പിച്ചു, ഹുദു അന്നി മനാസിക്കും, ഹുദു അന്നി മനാസിക്കും, നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക, നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക. തിരുദൂതർ ചിലപ്പോൾ ഇനി ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ ഈ വർഷത്തിന് ശേഷം ഞാൻ ഹജ്ജ് ചെയ്തു കൊള്ളണമെന്നില്ല എന്നുമൊക്കെ അവരെ ഉണർത്തിയിരുന്നു. ഒരു വിടവാങ്ങൽ ഹജ്ജിൻ്റെ സൂചന നന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിരുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് ഈ 1,20,000 വരുന്ന ഹാജിമാരോട് ഹജ്ജ് കർമ്മം തന്നിൽ നിന്ന് സ്വീകരിക്കാൻ പറഞ്ഞത്? അത് അവർ റസൂലുള്ളാഹിൻ്റെ ഹജ്ജ് ചെയ്യാനാണ്. അതേപോലെ ആ ഹജ്ജിനെ അവർ പിൻതലമുറക്ക് കൈമാറാനുമാണ്. അതുകൊണ്ട് തന്നെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്തത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ഹജ്ജ് ചെയ്യേണ്ടത്, ഇഖ്ലാസോടുകൂടി ഇത്തിബാഅോടുകൂടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജിനെ നമ്മൾ പഠിക്കണം, അതിനെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടാണ് നമ്മളുടെ കർമ്മങ്ങളെ നമ്മൾ അതേപോലെ ചിട്ടപ്പെടുത്തേണ്ടത്. ഇവിടെ ഇനിയുള്ള സമയം ഹജ്ജുമായി ബന്ധപ്പെട്ട മസ്അലകൾ മനസ്സിലാക്കുവാനുള്ള സമയമാണ്. ശ്രോതാക്കളിൽ ചോദ്യങ്ങളുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. അറിവിൽപ്പെട്ടതിനോട് പ്രതികരിക്കും. അറിയാത്തതാണ് എങ്കിൽ ആ ചോദ്യം പരിശോധിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് പിന്നീടുള്ള തുടർന്നുള്ള ക്ലാസ്സുകളിൽ അത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. ചോദ്യകർത്താക്കൾക്ക് മൈക്കിലേക്ക് വരാവുന്നതാണ്. ഇവിടെ ഞാൻ എത്തുന്നതിന് മുമ്പ് ഒരാൾ ഫോണിൽ വിളിച്ചൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ ചോദ്യം അനുസ്മരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മുടെ ചോദ്യോത്തര സെഷൻ ആരംഭിക്കുകയാണ്. അയാളുടെ ചോദ്യം, ഒരാൾ ഇഹ്റാമിലായിരിക്കെ മരണപ്പെടുകയുണ്ടായി. ഇഹ്റാമിലായിരിക്കെ മരണപ്പെട്ടവർക്ക് വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് അവരുടെ ബന്ധുക്കൾ അവരുടെ ഇഹ്റാം ചെയ്ത ഹജ്ജിനെ വീട്ടേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് ഇനി പ്രതികരിച്ചിരുന്നു. പക്ഷേ അതൊരു ആളുകൾക്ക് അറിയേണ്ട ഒരു മാലൂമാത്ത് കൂടി ആയതുകൊണ്ടാണ് ഇവിടെ ഒന്നുകൂടി അത് ആവർത്തിക്കുന്നത്. ഇഹ്റാമിലായിരിക്കെ ഒരു ഹാജി മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അയാളുടെ ആ ഹജ്ജ് ബന്ധുക്കൾ വീട്ടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്ത ഒരു ഹാജി തൻ്റെ ഒട്ടകപ്പുറത്ത് നിന്ന് വീണു, തലകുത്തിയാണ് വീണത്. പെരടി പൊട്ടി ആ ഹാജി മരണപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹാജിയെ അദ്ദേഹത്തിൻ്റെ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ തല മൂടാതെ മുഖം മൂടാതെ സുഗന്ധദ്രവ്യങ്ങൾ പൂശാതെ പുരട്ടാതെ മറമാടാനാണ് ആവശ്യപ്പെടുകയുണ്ടായത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ വിളിച്ച് നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഹജ്ജ് വീട്ടണം എന്ന് ഉപദേശിച്ചിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ഇഹ്റാമിൽ മറമാടണം, സുഗന്ധദ്രവ്യം അദ്ദേഹത്തിന് പുരട്ടാൻ പാടുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ തലയും മുഖവും മൂടാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞ് മറമാടാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫഇന്നഹു യുബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയ, ഈ വ്യക്തി ഹാജി മരണപ്പെട്ട ഹാജി തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. അപ്പോൾ ഈ ഒരു പ്രമാണവചനം അറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇഹ്റാമിൽ തുടരുകയാണ്. തൽബിയത്ത് ചൊല്ലി അല്ലാഹുവിൻ്റെ കോടതിയിൽ അദ്ദേഹം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് അറിയിക്കുന്നത് എന്താണ്? ആ പ്രയോഗം അറിയിക്കണം അദ്ദേഹത്തിൻ്റെ ഇഹ്റാമിൽ തന്നെ പരലോക യാത്രയിലാണുള്ളത്, തൽബിയത്ത് ചൊല്ലി അല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് വരുന്നുള്ളതാണ്. അത് അറിയിക്കുന്നത് മറ്റൊരാൾ അയാളുടെ ഹജ്ജ് വീട്ടേണ്ടതില്ല എന്നുള്ളതാണ്. ഇതാണ് ആ വിഷയത്തിൽ ഇഹ്റാമിലായിരിക്കെ മരണപ്പെട്ടവരുടെ വിഷയത്തിൽ അറിയിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുണ്യകർമ്മത്തിലായിരിക്കെ അല്ലാഹുവിലേക്ക് മരണത്തിലൂടെ തിരിച്ചു പോകുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ചോദ്യകർത്താക്കൾക്ക് ചോദ്യങ്ങളുണ്ട് എങ്കിൽ മൈക്കിലേക്ക് വരാവുന്നതാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. സഹോദരൻ്റെ ചോദ്യം, ഹജ്ജ് പൂർണ്ണമാകുവാൻ മദീന കൂടി സന്ദർശിക്കണം, സിയാറത്ത് ചെയ്യണം എന്നതുണ്ടോ? ഹജ്ജ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് മദീന സിയാറത്തിന് ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഹജ്ജ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് മദീന സന്ദർശിക്കൽ
അത് ഹജ്ജിൻ്റെ കർമ്മങ്ങളായിട്ട് മഷ്റൂ അല്ല, ശറഅാക്കപ്പെട്ടതല്ല. ഹജ്ജ് കർമ്മങ്ങൾ അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് മീഖാത്തുകൾ. അതേപോലെ തന്നെ മീഖാത്തിലുള്ളവർ എഹ്റാമിൽ പ്രവേശിക്കേണ്ടത് മീഖാത്തിൽ വെച്ച്, മീഖാത്തിനുള്ളിലുള്ള സ്ഥലത്ത് നിന്ന് എഹ്റാമിൽ പ്രവേശിക്കേണ്ടത് അവരുള്ളിടത്ത്, അവരുടെ വീടുകൾ അല്ലെങ്കിൽ അവർ ഹജ്ജിനെ പുറപ്പെടുന്ന സ്ഥലത്ത് വെച്ച്. അതേപോലെ മക്കക്കാർ മക്കയിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക മീഖാത്തിനുള്ളിൽ. മദീന മീഖാത്തിനുള്ളിലല്ല, മദീന മീഖാത്തിന് പുറത്താണ്. പിന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഅബയ്ക്ക് ചുറ്റും തവാഫ്, അതേപോലെ തന്നെ സഫ മർവക്കിടയിൽ സഅയ്. പിന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങളുടെ സ്ഥലങ്ങൾ മിന, മുസ്ദലിഫ, അറഫ. ഈ സ്ഥലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിൻ്റെ കർമ്മങ്ങളെ ശറഅാക്കിയിട്ടുള്ളത്. അവിടങ്ങളിലുള്ള കർമ്മങ്ങളും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ്. മീഖാത്തുകളിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക, മീഖാത്തിനുള്ളിലുള്ളവർ അവരുടെ എവിടെയാണോ അവരുള്ളത് അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക, മക്കയിലുള്ളവർ വരെ ഹജ്ജിന് വേണ്ടി. കഅബയ്ക്ക് ചുറ്റും തവാഫ്, മഖാം ഇബ്രാഹിമിൻ്റെ സമീപം അല്ലെങ്കിൽ അതിന് നേരെയാക്കിയിട്ടുള്ള തവാഫിൻ്റെ 2 റക്അത്ത് നമസ്കാരം. പിന്നെ സഫ മർവക്കിടയിൽ സഅയാണ്, അറഫയിൽ വുഖൂഫ്, മുസ്ദലിഫയിൽ മബീത്ത് രാപ്പാർക്കൽ, മിനയുടെ രാവുകളിൽ മബീത്ത് രാപ്പാർക്കൽ, ജംറകളിൽ എറിയൽ. അതേപോലെ തന്നെ അറവ് മിനയിലും മക്കയിൽ എവിടെ വെച്ചു. വമിന മൻഹറുൻ വഫിജാജു മക്ക കുല്ലുഹ മൻഹർ. മിന അറക്കാനുള്ള സ്ഥലമാണ്, മക്കയിലെല്ലാ മലഞ്ചെരുവുകളിലും അറക്കാവുന്നതാണ്. ഇതാണ് ഹജ്ജിൻ്റെ സ്ഥലങ്ങൾ. അവിടങ്ങളിലാണ് ഹജ്ജ് കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനപ്പുറം ഒരു കർമ്മം പറയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹജ്ജ് കർമ്മങ്ങളിൽ ഒരു കർമ്മമല്ല മദീന സിയാറത്ത്. ഹജ്ജ് പൂർത്തിയാകുവാൻ ഒരു കർമ്മമല്ല മദീന സിയാറത്ത്. ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഭാഗവാക്കായ ഒരു കർമ്മമല്ല മദീന സിയാറത്ത്. മദീന സിയാറത്ത് ഹജ്ജ് ചെയ്യുന്നവരായാലും അല്ലാത്തവരായാലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയിട്ടുള്ള ഒരു മഹൽ കർമ്മമാണ്. ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്. യാത്ര കെട്ടി പുറപ്പെടാൻ അനുവാദമുള്ളത് 3 പള്ളികളാണ്. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മസ്ജിദി ഹാദ, എൻ്റെ ഈ പള്ളി എന്നാണ്. അത് ഹാജിയാണെങ്കിലും അല്ലെങ്കിലും. അതുകൊണ്ട് തന്നെ മദീന സിയാറത്തിനെ ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഹജ്ജിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഹജ്ജ് പൂർത്തിയാകാൻ മദീന സിയാറത്ത് വേണ്ടതാണ്, അനിവാര്യമാണ് തുടങ്ങിയതായ പരാമർശങ്ങളത് ശരിയല്ല. എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ ഹജ്ജിൻ്റെ മൻസക്കുകളെ വിശദീകരിക്കുമ്പോൾ അതിനെ തുടർന്ന് മദീന സിയാറത്ത് പറയുന്നത്? അതേപോലെ തന്നെ അതിന് ഹജ്ജിനെ വിശദീകരിക്കുന്ന കർമ്മങ്ങളെ വിശദീകരിക്കുമ്പോൾ അവസാനം അവരുടെ ഗ്രന്ഥങ്ങളിൽ മദീന സിയാറയുടെ അദബുകളും കാര്യങ്ങളും പറയുന്നത്? അത് ആളുകൾ മക്കയിലെത്തിയാൽ, ശിഷ്യ വിദേശങ്ങളിൽ നിന്നും മറ്റുമൊക്കെയുള്ള ആളുകൾ മക്കയിലെത്തിയിട്ടുണ്ടെങ്കിൽ, അവരുടെ ഹജ്ജ് കർമ്മം അവർ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ മദീന സിയാറത്ത് അവർക്ക് എളുപ്പമാണ്. അവർ മദീന സിയാറത്ത്, എല്ലാ മുസ്ലിമും മദീന സിയാറത്ത് ചെയ്യും. മദീന മക്കയിൽ നിന്ന് അവരുടെ നാടുകളെ അപേക്ഷിച്ചിടത്തോളം വിദൂരല്ല. അതുകൊണ്ട് തന്നെ മദീന സിയാറത്ത് നടത്തുക എന്നുള്ളത് ഓരോ മുസ്ലിമും ചെയ്യുന്ന മഹൽ കർമ്മമാണ്. അതുകൊണ്ടാണ് അതിനെ തുടർന്ന് അതിൻ്റെ അദബുകൾ, മര്യാദകൾ പറയുന്നത്. ചില ഹദീസുകൾ ഹജ്ജിൻ്റെ ഹാജിമാർ മദീന സിയാറത്ത് നടത്തണം എന്നതിനെ അറിയിക്കും വിധം ഉദ്ധരിക്കപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് മൻ ഹജ്ജ ഫലം യസൂർനി ഫഖദ് ജഫ തുടങ്ങിയ ചില വചനങ്ങൾ. ഒരാൾ ഹജ്ജ് ചെയ്തു, അവൻ എന്നെ സിയാറത്ത് ചെയ്തിട്ടില്ല എങ്കിൽ അവൻ ഫഖദ് ജഫ, അവൻ ശുഷ്കനായി അല്ലെങ്കിൽ പരുഷനായി തുടങ്ങിയ അർത്ഥത്തിൽ വരുന്ന
ചില വചനങ്ങൾ പറയപ്പെടുന്നുണ്ട്. പക്ഷേ അത്തരം വചനങ്ങൾ തീർത്തും ദുർബലമാണ്. അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് എൻ്റെ ഷഫാഅത്തില്ല എന്നതൊക്കെ രീതിയിലൊക്കെ അറിയിക്കുന്നതായ ഹദീസുകൾ തീർത്തും ദുർബലമാണ്. ചിലതിനെ അത് മൗദൂആയ കെട്ടിയുണ്ടാക്കിയ ഹദീസുകൾ എന്ന് വരെ വിധി പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ഹജ്ജ് കർമ്മത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ ഹജ്ജ് കർമ്മത്തിൻ്റെ ഭാഗമാണെന്നോ എന്ന നിലക്ക് മദീന സിയാറത്തിനെ അവതരിപ്പിക്കുന്നത് സൂക്ഷ്മമല്ല, അത് പാടുള്ളതല്ല, അത് ഇസ്ലാമികമായിട്ടുള്ള ഒരു വാദവുമല്ല എന്നാണ് ആ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്. അല്ലാഹു തആല അഅലം. സഹോദരൻ്റെ ചോദ്യം, അദ്ദേഹം ജിദ്ദയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുകയാണ്, തമത്വമായിട്ടാണ് ഹജ്ജ് ചെയ്യുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്? 2 കുട്ടിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിക്കുമ്പോൾ എങ്ങനെയാണ് കുട്ടിയെ കൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? 3ാമത്തെ ചോദ്യം, ദുൽഹജ്ജ് മാസത്തിൽ അനുഷ്ഠിക്കേണ്ട നോമ്പുകൾ. ജിദ്ദയിൽ നിന്ന് ഹജ്ജ് ചെയ്യുന്നവർ അവർ തമത്വമായിട്ടാണ് ഇപ്പോൾ സഹോദരൻ ഹജ്ജ് ചെയ്യണത് എങ്കിൽ അദ്ദേഹം എവിടെ നിന്നാണ് ഹജ്ജിന് പുറപ്പെടുന്നത്? ആദ്യം അദ്ദേഹം ഉംറയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണോ ഹജ്ജിന് പുറപ്പെടുന്നത് അവിടെ വെച്ച് അദ്ദേഹം ലബ്ബൈക ഉംറത്തൻ എന്ന് പറഞ്ഞിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക. ഉംറയിൽ പാലിക്കേണ്ടതായ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഇഹ്റാമിൽ പ്രവേശിക്കുക. ലബ്ബൈക ഉംറത്തൻ എന്ന് അദ്ദേഹം ഉംറയെ പ്രഖ്യാപിക്കുക. ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് അദ്ദേഹം മക്കയിൽ വന്ന് തൽബിയത്തൊക്കെ ചൊല്ലി മക്കയിൽ വന്ന് തവാഫ് ചെയ്യുക, തവാഫിൻ്റെ 2 റക്അത്ത് നമസ്കരിക്കുക, അതേപോലെ തന്നെ സഅയ് ചെയ്യുക, അതിനുശേഷം മുടി വെട്ടുക, തല മുടി ആ സകലം വെട്ടുക. എന്നിട്ട് അദ്ദേഹം മക്കയിലാണ് നിൽക്കണമെങ്കിൽ മക്കയിൽ, അതല്ല മിനയിലേക്ക് പോകുന്നുണ്ട് ടെൻറ്റിലാണ് എങ്കിൽ ടെൻറ്റിൽ. ദുൽഹജ്ജ് 8-ന് കഴിയുമെങ്കിൽ ദുഹൂറിന് മുമ്പായി, അതാണ് സുന്നത്ത്, ലബ്ബൈക ഹജ്ജൻ എന്ന് പറഞ്ഞ് വീണ്ടും ഇഹ്റാമിൽ പ്രവേശിക്കുക. ഉംറ ചെയ്ത് മുടിയെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഇഹ്റാമിൽ നിന്ന് അദ്ദേഹം ഒഴിവായി സാധാ ഡ്രസ്സൊക്കെ ധരിച്ച് അദ്ദേഹത്തിന് കഴിയാവുന്നതാണ്. ദുൽഹജ്ജ് 8-ന് ദുഹൂറിന് മുമ്പായി കുളിച്ച് ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ലബ്ബൈക ഹജ്ജൻ എന്ന് പറഞ്ഞ് ഇഹ്റാമിൽ പ്രവേശിക്കുക ഹജ്ജിന്. എന്നിട്ട് ഹജ്ജ് കർമ്മങ്ങൾ തുടർത്തുക. ദുൽഹജ്ജ് 8-ന് മിനയിൽ യൗമു തർവിയ ദിവസം ദുഹർ, അസ്ർ, മഗ്രിബ്, ഇഷ, സുബഹി നമസ്കാരങ്ങൾ അതിൻ്റെ സമയങ്ങളിൽ വെച്ച് നമസ്കരിക്കുക. 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ മാത്രം 2ആക്കി ചുരുക്കി നിസ്കരിക്കുക. ദുൽഹജ്ജ് 9-ന് അറഫയിൽ പോവുക. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മുസ്ദലിഫയിൽ വരിക. പിന്നീട് ദുൽഹജ്ജ് 10-ന് മിനയിൽ വന്ന് ജംറയിൽ എറിയുക. അതേപോലെ തന്നെ മുടിയെടുക്കുക, ബലിയിറക്കുക. അറവ് നിർബന്ധമാണല്ലോ, അതിന് പൈസ എടുക്കുകയാണെങ്കിൽ അങ്ങനെ. പിന്നീട് ഹജ്ജിൻ്റെ തവാഫ് സഅയ് ചെയ്യുക. വീണ്ടും മിനയിലേക്ക് തന്നെ വന്ന് മിനയിൽ രാപ്പാർക്കുക. 10-ന് ജംറത്തുൽ അഖബയിലാണ് 7 കല്ലുകൾ എറിയുക. പിന്നെ 10-നും 11-നും 11-ാം രാവ്, 12-ാം രാവ്, 13-ാം രാവ് മിനയിൽ രാപ്പാർക്കുക. ആ രാവുകളിൽ രാപ്പാർത്ത് ഉച്ച തിരിഞ്ഞതിന് ശേഷം പകലിൽ ജംറകളിൽ പോയി 3 ജംറകളിലും കല്ലെറിയുക. ജംറത്തുൽ സുഗ്റ, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ എന്നീ ക്രമങ്ങളിലാണ് എറിയേണ്ടത്. ഓരോ ജംറകളിലും 7 കല്ലുകൾ വീതം. ദുൽഹജ്ജ് 12-ന് അദ്ദേഹത്തിന് എറിഞ്ഞ് പെട്ടെന്ന് മടങ്ങേണ്ടതുണ്ട് എങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മടങ്ങാവുന്നതാണ്. അതല്ല 13-ാം രാവിന് കൂടി രാപ്പാർത്തിട്ട് 13-ന് ഉച്ച തിരിഞ്ഞതിന് ശേഷം എറിഞ്ഞ് മടങ്ങാവുന്നതാണ്. മടങ്ങുന്നതിന് മുമ്പായിട്ട് തവാഫുൽ വദാ നിർബന്ധമാണ്. തവാഫുൽ വദാ അല്ലെങ്കിൽ തവാഫുൽ വിദാ നിർവഹിച്ചതിന് ശേഷം യാത്ര തിരിക്കാവുന്നതാണ്. ഇതാണ് തമത്വമായിട്ട് ഹജ്ജ് ചെയ്യുന്നവർക്കുള്ള കർമ്മത്തിൻ്റെ ചുരുക്കരൂപം. കുട്ടികളെ കൊണ്ട് ഇഹ്റാം ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ, ചെറിയ കുട്ടികളാണ് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് രക്ഷിതാക്കൾ നിയ്യത്ത് ചെയ്യാണ് വേണ്ടത്. ആൺകുട്ടികളാണ് ഹജ്ജ് ചെയ്യുന്നത് എങ്കിൽ അവർക്ക് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിപ്പിക്കൽ നിർബന്ധമാണ്. അവർക്ക് വേണ്ടി രക്ഷിതാക്കൾ നിയ്യത്ത് ചെയ്യുക. അല്ല മുതിർന്ന കുട്ടികളാണ് എങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക ലബ്ബൈക ഉംറത്തൻ എന്ന് പറയാൻ.
അവരും തമത്വമായിട്ടാണ് അവരെ കൊണ്ട് ഹജ്ജ് ചെയ്യിക്കുന്നതെങ്കിൽ അവരുടെ പേരിൽ അറവ് നിർബന്ധമാണ്. ഇതാണ് കുട്ടികളുടെ അറവുമായി ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണർത്താനുള്ളത്. ദുൽഹജ്ജ് മാസത്തിലെ നോമ്പുകളുമായി ബന്ധപ്പെട്ട് ദുൽഹജ്ജ് മാസത്തിൽ ദുൽഹജ്ജ് 10 നോമ്പ് ഹറാമാണ്. 11, 12, 13 ദിവസങ്ങളിലും നോമ്പ് ഹറാമാണ്. അയ്യാമു തശ്രീഖിൻ്റെ നാളുകളാണത്. ദുൽഹജ്ജ് 10 അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസങ്ങളും അത് അഖിലിൻ്റെയും ഷുർബിൻ്റെയും നാളുകളാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാനും അതേപോലെ പാനം ചെയ്യാനും ഒക്കെയുള്ള നാളുകളാണ്. അത് നമ്മുടെ ഈദിൻ്റെ പെരുന്നാൾ നാളുകളാണ്. അതുകൊണ്ട് തന്നെ ആ നാളുകളിൽ നോമ്പ് പാടുള്ളതല്ല. അതേസമയം ദുൽഹജ്ജ് 9 നോമ്പ് സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ അതിന് പ്രായശ്ചിത്തമാണ് അറഫാ ദിവസത്തിലെ നോമ്പ്. സ്വാഭാവികമായിട്ട് ഇത് ഹാജിക്കല്ല കേട്ടോ. ദുൽഹജ്ജ് മാസത്തിലെ നോമ്പുകളെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള പ്രതിപാദനമാണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അല്ല. ഹാജിമാർ നോമ്പെടുക്കാൻ പാടുള്ളതല്ല അറഫാ ദിവസത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനാണോ എന്ന് സംശയം പ്രകടിപ്പിച്ച വേളയിൽ പരസ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനല്ല എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ലബൻ കുടിച്ചതിന് ശേഷം. അതേസമയം ഹാജിമാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇനി പറയുന്നത് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ നോമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളവർ പറഞ്ഞത്, അള്ളാഹ്ക്ക് സൽപ്രവർത്തികൾ ഏറെ ഇഷ്ടമായ നാളുകളാണ് ദുൽഹജ്ജിൻ്റെ 10 ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ദിവസങ്ങളിൽ 10 ഒഴിച്ച് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്തിഹ്ബാബുൻ ഷദീദ്, നല്ല പ്രതിഫലാർഹമായ കർമ്മമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം അള്ളാഹ്ക്ക് സൽപ്രവർത്തികൾ ഏറെ ഇഷ്ടമാണ്. സൽപ്രവർത്തികളിൽപ്പെട്ടതാണ് നോമ്പ് എന്നത് കാരണത്താൽ. ഇതാണ് ആ വിഷയത്തിൽ സഹോദരനോട് ഉണർത്താനുള്ളത്. അല്ലാഹു തആല ആലം. ഞാൻ സൗദി അറേബ്യയിലുള്ള ഒരാളാണ്. ഇവിടെയുള്ള പല ജാലിയത്തുകളുമായി ബന്ധപ്പെട്ട ചില ഹംലകളിൽ സൗജന്യമായി ഹജ്ജ് ചെയ്യാൻ ചിലപ്പോൾ സൗകര്യം ലഭിക്കാറുണ്ട്. പ്രത്യേകിച്ച് ജാലുമിയാത്തുമായി സ്ഥിരമായി ബന്ധപ്പെട്ട് തദ്ദേശീയരുമായി നല്ല സുഹൃത്ത് വലയം ഉള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ, അതായത് ഹജ്ജിന്റെ ചെലവ് വളരെ കൂടി, ഏകദേശം 7000 റിയാലാണ് കുറയുക എന്നുള്ള ഒരു മുത്തവസത്തായിട്ടുള്ള ഹംലകളിലെ ചാർജ്. ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ ആ ചാർജ് താങ്ങാൻ അല്ലെങ്കിൽ ആ ചാർജ് കൊടുക്കാൻ കഴിവുള്ള ഒരാൾ ഈ തരം ഹൈരിയ ആയിട്ടുള്ള ഹംലകളിൽ ഹജ്ജിന് പോകാൻ പറ്റുമോ, പോകാൻ ഒരു ചാൻസ് അന്വേഷിക്കുന്നതും അത് അഥവാ ലഭിച്ചാൽ അതിന് പോകുന്നതിലും എന്തെങ്കിലും തകരാറുണ്ടോ? രണ്ടാമത്തത്, അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഒരു പ്രവണത മറ്റു ചില ജാലിയാത്തുകളിൽ, അതായത് പറഞ്ഞില്ലേ ഈ വളരെ മുൻഹഫതായിട്ടുള്ള ചില ഹംലകൾ, പ്രത്യേകിച്ച് മലയാളികൾ നടത്തുന്ന ചില ഹംലകളുണ്ട്. അതായത് 7000 റിയാൽ ചാർജ് ആണെങ്കിൽ നമ്മുടെ ഹജ്ജിന്റെ ചാർജ് 2500. ഇവര് ബാക്കി വരുന്ന ഈ 3000 അല്ലെങ്കിൽ 4500 റിയാൽ സദക്ക, സക്കാത്ത് മുതലായ ഫണ്ടുകളിൽ നിന്ന് എടുക്കുകയും ഇത് ഹാജിമാർ, ഇതിൽ തന്നെ കഴിവുള്ള ഹാജിമാരുണ്ടാവാം, അവരിത് അറിയാത്ത നിലയിൽ തന്നെ, അതായത് 2500 റിയാലിലാണ് ഈ ഹജ്ജിന്റെ നഫക്കത്ത് 2500 റിയാലാണെന്നുള്ള നിലക്കാണ് ആ ഹാജിമാർ ആ ഹജ്ജിന് പോകുന്നത്. അങ്ങനെയുള്ള ഹംലകളിൽ ഹജ്ജിന് പോകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹജ്ജിന്റെ നഫക്കത്തിനെ പറ്റിയുള്ള അതിന്റെ സവിശേഷതകൾ എന്തെല്ലാണെന്ന്. ഈ ജാലിയാത്തുകളുടെയും മറ്റൊക്കെ ആനുകൂല്യങ്ങളിൽ ഹജ്ജിന് പോകുന്നവരെ കുറിച്ചുള്ളതാണ് ചോദ്യം. ഹജ്ജ് ചെയ്ത് ചിലർ ജാലിയാത്തുകളുടെ ആനുകൂല്യങ്ങൾ വീണ്ടും വീണ്ടും പറ്റിയിട്ട് അവർ ഹജ്ജ് ചെയ്യുന്നുണ്ട്. അവർ ഹജ്ജ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ചാൻസ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വീണ്ടും വീണ്ടും ആ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ഹജ്ജ് ചെയ്യുന്നതിൻ്റെ വിധിയാണ്. അതല്ലേ സഹോദരൻ്റെ ചോദ്യം? എസ് അടിച്ചോ? ഹജ്ജ് ചെയ്യുവാൻ അവസരം പാർത്ത് കഴിയുന്ന സാധുക്കളായ, നിർധനരായ, അഗതികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് വലിയ പുണ്യമാണ്. ഹജ്ജ് ചെയ്തവർ തന്നെ ഇത്തരം ആനുകൂല്യങ്ങളെ
ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റുള്ളവരുടെ അവസരങ്ങളെ നിഷേധിക്കുക എന്നുള്ളത് അത് സൂക്ഷിക്കപ്പെടേണ്ട ഒരു പ്രവണതയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഖൈറുകളിലും തൻ്റെ സഹോദരങ്ങളെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ധർമ്മമാണ്. തനിക്കിഷ്ടകരമായത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാൾ പൂർണ്ണ ഈമാനുള്ളവനാകില്ല എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. ഒരാൾ ഈ ചാൻസുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് അയാൾ ഇങ്ങനെ ഹജ്ജ് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അയാളുടെ ഹജ്ജിൻ്റെ വിധി അത് അസ്വീകാര്യമാണെന്ന് വിധിക്കാനൊന്നും പറ്റൂല. അതൊക്കെ അള്ളാഹുവിലേക്കാണ്. പക്ഷേ ഇവിടെ ഇസ്ലാം ഉണർത്തിയ റസൂലുള്ളാഹി ഹജ്ജ് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. ഹജ്ജും ഉംറയും തുടർത്തി ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. ആ കൽപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുസൽമാൻ്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതിന്, അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ള നിർബന്ധ കർമ്മം നിർവഹിക്കുവാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്നതിന്, അവസരം ഉണ്ടാക്കുന്നതിന്, തനിക്കിഷ്ടപ്പെടുന്നത് സഹോദരനും ഇഷ്ടപ്പെടുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കൽപ്പനകളെ നമ്മൾ ഈ വിഷയത്തിൽ താല്പര്യം കാണിക്കുന്നത് പോലെ അതിലും താല്പര്യം കാണിക്കണം എന്നാണ് അതിൽ പറയാനുള്ളത്. ഒരു വ്യക്തിക്ക് ഹജ്ജ് ചെയ്യുവാൻ നമ്മളൊരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെത്ര പുണ്യമാണുള്ളത്, എത്ര മഹത്വമാണുള്ളത്. ഹജ്ജിൻ്റെ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ ഹദിയ കൊടുത്ത്, സംഭാവന കൊടുത്ത് അയാൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഹജ്ജ് വിടും. ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് യാചിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്നത്. അതേസമയം ഹജ്ജിന് ഉപയോഗിക്കുന്ന നഫഖത്ത് അത് ഹലാലായ നഫഖത്തായിരിക്കണം, ചിലവായിരിക്കണം, ഹലാലായ സമ്പാദ്യമായിരിക്കണം. അപ്പോഴാണ് ഹജ്ജ് മബ്രൂറാകുക. ഹറാമായ സമ്പാദ്യമാണ് എങ്കിൽ ലാ ലബ്ബൈക വലാ സഅദൈക് എന്ന പ്രതികരണമാണ് ഉണ്ടാകുക. അവൻ്റെ വിളി കേൾക്കില്ല, സ്വീകരിക്കപ്പെടില്ല, അവൻ്റെ ഹജ്ജ് മബ്രൂറാവില്ല, പുണ്യം നിറഞ്ഞ ഹജ്ജാകൂല. പിന്നെയോ അത് മഅ്സൂറായിരിക്കും, പാപം നിറഞ്ഞ വിസ്ർ നിറഞ്ഞ ഹജ്ജായിരിക്കും. അതുകൊണ്ട് തന്നെ സമ്പാദ്യം ഹലാലായിരിക്കണം, നഫഖത്ത് ഹലാലായിരിക്കണം. ഹലാലായ സമ്പാദ്യത്തിൽപ്പെട്ടതാണ് ഒരാളുടെ ഹദിയ, അതേപോലെ തന്നെ നമ്മൾക്ക് അനന്തരമായി കിട്ടിയ സ്വത്ത്, അതേപോലെ നമ്മൾ അധ്വാനിച്ച് നേടിയ സ്വത്ത്, ഇതുപോലുള്ളത്. അപ്പോൾ അത്തരം സ്വത്തുകൾ കൊണ്ട് ഒരാൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഹജ്ജ് സ്വീകാര്യമാണ് ബിഫളില്ല. അതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു അലം. ഒരു ഹജ്ജ് യാത്രയിൽ ഒരു ഉംറയാണ് ചെയ്യാൻ സാധിക്കുക. അയാൾ ആ ഹജ്ജ് യാത്രയിൽ മറ്റൊരു സഫർ മുസ്തഖിൽ സ്വതന്ത്രമായ യാത്ര നടത്തുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ, ഒരാൾ ഉംറക്ക് വന്നു, ഹജ്ജിന് വന്നു, അയാൾ മുത്തമത്തിയായിട്ടാണ് ഹജ്ജ് ചെയ്യുന്നത്. അയാൾ ആദ്യം വരുമ്പോൾ ഒരു ഉംറ ചെയ്യും, എന്നിട്ട് അതേ യാത്രയിൽ തന്നെ അയാൾ ഹജ്ജും ചെയ്യും. അതാണ് ഹജ്ജ് തമത്തു. എന്നിട്ട് അയാൾ നമസ്കാരം ഖസറാക്കാനുള്ള ദൂരപരിധിയിലേക്ക് ഒരു സ്വതന്ത്ര യാത്ര നടത്തുന്നില്ല, പിന്നെ അയാൾ മടങ്ങിപ്പോവുകയാണെങ്കിൽ അയാൾക്ക് ആ ഉംറയാണുള്ളത്. ഫമൻ തമത്തഅ ബിൽ ഉംറതി ഇലൽ ഹജ്ജി ഫമസ്തൈസറ മിനൽ ഹദി. അതേസമയം ഒരാൾ എന്ത് ചെയ്ത് ഉംറ ചെയ്ത് നാട്ടിൽ നിന്ന് വന്ന് മക്കത്ത് നിന്ന് ഉംറ ചെയ്ത് പിന്നെ അയാൾ മദീന പോയി ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ഒരു യാത്ര പോയി, ഉംറ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്രയല്ല, പിന്നെ അയാളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു യാത്ര പോയി. ആ യാത്ര 70 അല്ലെങ്കിൽ 80 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു സ്വതന്ത്ര യാത്രയാണ്. ആ യാത്ര ഒരു കുടുംബക്കാരനെ കാണാൻ വേണ്ടിയിട്ട് പോയി, അല്ലെങ്കിൽ ബന്ധുവിനെ കാണാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ സഹോദരന്മാരെ കാണാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയി. അവിടെ വെച്ച് അയാൾ മടങ്ങുകയാണ് എങ്കിൽ അയാൾക്കൊരു ഉംറ എടുക്കാം. മദീനയിലേക്ക് പോയി സിയാറത്തിന് പോയി, വീണ്ടും അയാൾ മടങ്ങി മക്കയിലേക്ക് വരികയാണ് എങ്കിൽ അയാൾക്ക് ഉംറ എടുക്കാം. അതെത്ര, അയാളുടെ യാത്ര എത്രയാണോ എങ്ങനെയാണോ അതിനനുസരിച്ച്. അതേസമയം ഒരാൾ
മക്കയിലെത്തി. എന്നിട്ട് അദ്ദേഹം ഉംറ ചെയ്തു. വീണ്ടും മക്കയിൽ നിന്ന് ഒന്നുകിൽ മസ്ജിദ് ആയിഷ ഉള്ള തനഈമിലേക്ക് പോയി, അല്ലെങ്കിൽ അറഫയിൽ പോയി, അല്ലെങ്കിൽ ജറാനയിൽ പോയി, ഹറമിന് പുറത്തേക്ക് പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച് വന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഉംറ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് തെളിവ് കാണുന്നില്ല. അതാണ് പണ്ഡിതന്മാർ പറയുന്നത്, അതിന് തെളിവില്ല. അതേസമയം ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പോലുള്ള കേസുള്ള സ്ത്രീകൾക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് അവരുടെ ഉംറ നിർവഹിക്കാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ആയിഷ ഉമ്മേൻ്റെ സംഭവം എന്താ? ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹജ്ജിന് വന്ന്, അങ്ങനെ ഹജ്ജിന് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വന്നവരോടൊക്കെ റസൂൽ എന്ത് ചെയ്തു? അവർ ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിച്ചാണ് വന്നത്. പക്ഷേ കഅബ തവാഫ് ചെയ്ത് സഫാ മർവക്കിടയിൽ സഅയ് നടത്തിയപ്പോൾ റസൂലുള്ളാഹി സഅയിൽ നിന്ന് വിരമിച്ചവരോടൊക്കെ മുടി വെട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഉംറയാക്കാൻ പറഞ്ഞു. ആ ഹജ്ജിനെ ഉംറയാക്കാൻ പറഞ്ഞു. എന്നിട്ട് ദുൽഹജ്ജ് 8 എന്ത് ചെയ്യാൻ പറഞ്ഞു? അവരോട് വീണ്ടും ഹജ്ജിൽ പ്രവേശിക്കാൻ പറഞ്ഞു, ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറഞ്ഞ് അങ്ങനെ ഹജ്ജ് തമത്തു ആക്കാൻ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെൻസസ്സായി വഴിയിൽ വെച്ച്. അപ്പോൾ അവർക്ക് അവരുടെ ഇഹ്റാമിൽ തുടരേണ്ടി വന്നു, ഉംറ ചെയ്യാൻ പറ്റിയില്ല. കാരണം അവർക്ക് ആർത്തവായി, അവർക്ക് തവാഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ഇഹ്റാമിൽ തുടർന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ ഹജ്ജ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഹജ്ജും ഉംറയും തമത്തുമായിട്ട് ഹജ്ജ് ചെയ്ത് മടങ്ങുമ്പോൾ ആയിഷ റളിയല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹജ്ജ് മാത്രം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വിഷയത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സഹോദരൻ അബ്ദുറഹ്മാനോടൊപ്പം, അവരുടെ സഹോദരൻ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണ സഹോദരൻ ഉമ്മു റുമാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുമ, അവരുടെ മകളാണ് ആയിഷ. അതിലുള്ള പൂർണ്ണ സഹോദരൻ അബ്ദുറഹ്മാനോടൊപ്പം തനീമിൽ പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച് വന്നിട്ട് ആയിഷ റളിയല്ലാഹു തആലയോട് തൻ്റെ ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുണ്ടായത്. ആ ഉംറ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുവാദം അത് ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് മാത്രമാണ്. അവരുടെ കേസ് ഈ വിഷയത്തിൽ ഇങ്ങനെ പ്രത്യേകമാണ്. ആയിഷ റളിയല്ലാഹുവിനോടൊപ്പം സഹോദരൻ അബ്ദുറഹ്മാൻ തനീമിൽ പോകുമ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് ഉംറ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി അത് ആയിഷമ്മയുടെ സംഭവത്തിൽ അങ്ങനെ ഒരു ഉംറ ചെയ്യാൻ തെളിവുണ്ടായിരുന്നുവെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു അപ്രകാരം ഒരു ഉംറ എടുക്കുന്നില്ല. ആയിഷമ്മ റളിയല്ലാഹു തആലയുടെ ഈ സംഭവത്തിൽ ഇങ്ങനെ ഉംറ ചെയ്യാൻ തെളിവുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് സഹാബികളും ഉംറ ചെയ്തതായിട്ട് വന്നിട്ടില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ഈ ഇത്തരം ഒരു കേസുള്ളത് കൊണ്ടാണ് അവരിത് ചെയ്ത് ഉംറ ചെയ്തത്. അത് മനസ്സിലാക്കിയിട്ട് ശുദ്ധി ഉണ്ടായി ഹജ്ജ് ചെയ്ത ഉംറ ചെയ്ത സ്ത്രീകൾ വരെ അങ്ങനെ ഒരു ഉംറ എടുക്കാൻ വേണ്ടി പോയത് വന്നിട്ടില്ല. അപ്പം പിന്നെ എങ്ങനെയാണ് ആണുങ്ങൾ അതിൽ തെളിവ് കണ്ടിട്ട് ഒരു ഉംറ ചെയ്യുക ആ വിഷയത്തിൽ? ഇതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശരിയായി തോന്നുന്ന പണ്ഡിതാഭിപ്രായം അത് പിന്നെ ഒരു യാത്രയിൽ ഒരു ഉംറ എന്നുള്ളതാണ്. അങ്ങനെ ഉംറ നിർവഹിച്ചവർ ഒരു സ്വതന്ത്ര യാത്ര നിർവഹിക്കുന്നുവെങ്കിൽ, മക്കയിൽ നിന്ന് സ്വതന്ത്ര യാത്ര നിർവഹിക്കുന്നുവെങ്കിൽ അവർ പിന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച് വന്നിട്ട് ഉംറ ചെയ്യുകയാണ് എങ്കിൽ അതും തെളിവറിയിക്കുന്ന വിഷയമാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു തആല ആലം. സഹോദരൻ്റെ ചോദ്യം അറവുമായി ബന്ധപ്പെട്ടാണ്. അറവ് അത് മക്കയിൽ തന്നെ നടത്തണം. നമുക്ക് വേണ്ടിയിട്ട് പുറമെയുള്ളവരോട് അറക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വ മിന മൻഹറുൻ, മിന അറക്കാനുള്ള സ്ഥലമാണ്. മിനയിൽ എവിടെ വെച്ചിട്ടും അറക്കാം. വ ഫിജാജ് മക്ക കുല്ലുഹ മൻഹർ, മക്കയിലെ എല്ലാ ഫിജാജ് എന്ന് പറഞ്ഞാൽ ശരിക്കും മലഞ്ചെരിവുകൾ, മലമ്പാത, ഇങ്ങനെയാണ് മലകൾക്കിടയിലുള്ള വഴി. ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കയിൽ എവിടെ വെച്ചു അറക്കാം. അപ്പം മക്കയിൽ വെച്ച്, മക്കയിൽപ്പെട്ട തന്നെയാണ് മിനയും, അവിടെയാണ് അറക്കേണ്ടത്. മക്കത്തിന് പുറത്ത് അറവ് അനുവദനീയമല്ല, പാടുള്ളതല്ല, അത് വിടില്ല. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു ആലം. അതായത് ഹജ്ജിന് വരുന്ന ഹാജിമാരെ കൊണ്ട് ഈ പണ്ഡിത വേഷധാരികളായിട്ടുള്ള ഈ പുരോഹിതന്മാർ ചെയ്യുന്ന ചില ഏർപ്പാടുകളെക്കുറിച്ചാണ് ഇവിടെ ഈ സഹോദരൻ്റെ ചോദ്യം.
ഞാനതിൻ്റെ മുമ്പ് തൊട്ടു മുമ്പത്തെ ചോദ്യത്തിൽ ഈ അറവുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞപ്പോൾ ഒരനുബന്ധം കൂടി പറയാനുണ്ടത്. പിന്നെ അതായത് സഹോദരന് ഈ അറിവ് എന്ന് പറഞ്ഞപ്പോൾ അത് മൊത്തത്തിൽ ഹജ്ജിൻ്റെ അറിവാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹദിയ തമത്തു ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഹദിയു ഖിറാനിൻ്റെ അറിവ്, അതേപോലെ തമത്തുമായിട്ട് ഹജ്ജ് ചെയ്യുന്നവരുടെ അറിവുണ്ടല്ലോ. ആ അറിവ് അത് ഹറമിലാണ് അറക്കേണ്ടത്. മക്കത്ത് അതിന് അയാൾക്ക് ഭക്ഷിക്കാം, അതിൽ നിന്നും ഫക്കീറന്മാർക്ക് വിതരണം ചെയ്യാം. ആ അറിവിൻ്റെ മാംസം പുറത്ത് നാടുകളിലേക്ക് അയക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ അറക്കേണ്ടത് എവിടെയാണ്? അറക്കേണ്ടത് അത് ഹറമിൽ വെച്ച് തന്നെയാണ്, മക്കത്ത് വെച്ചാണ് അറക്കേണ്ടത്. മനസ്സിലായി? അതേസമയം പിന്നെ ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ഒരാൾ ചെയ്ത്, അതേപോലെ തന്നെ ഹജ്ജിൻ്റെ വാജിബുകൾ ഒരാൾ നഷ്ടപ്പെടുത്തി, മനസ്സിലായി? അതേപോലെ തന്നെ ഹജ്ജിൽ നിഷിദ്ധമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് വേട്ടയാടൽ. കരയിൽ വേട്ടയാടാൻ പാടില്ല. ആ കരയിൽ വേട്ടയാടുന്നതിൻ്റെ ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കണം, അറിവ് കൊടുക്കണം. അപ്പോൾ ആ അറിവ് ഹറമിനുള്ളിലാണ് അറക്കുന്നത് എങ്കിൽ, അഥവാ ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഹജ്ജിൻ്റെ വാജിബുകൾ നഷ്ടപ്പെടുത്തി, ഇങ്ങനെ പിന്നെ പ്രായശ്ചിത്തത്തിൻ്റെയും പകരമായി നൽകുന്നതിൻ്റെയും അറിവുകൾ അത് ഹറമിനുള്ളിലാണ് നടത്തുന്നത് എങ്കിൽ, അതായത് ഹജ്ജിൻ്റെ വാജിബ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹറമിനുള്ളിൽ തന്നെയാണ് അറക്കേണ്ടത്. അതേപോലെ തന്നെ നിഷിദ്ധങ്ങളിൽ, ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുള്ള നിഷിദ്ധങ്ങൾ ഹറമിനുള്ളിൽ വെച്ചിട്ട് ചെയ്തിട്ട് അതിന് അറിവ് കൊടുക്കേണ്ടതായ നിഷിദ്ധങ്ങളുണ്ടാവും. അത് ഹറമിനുള്ളിൽ വെച്ചാണ് അറക്കേണ്ടത്. ഒരു മസല ഇന്ന് വേറിട്ട് മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഉണർത്താം. ആ അറിവ് അതും ഹറമിനുള്ളിൽ വെച്ചിട്ട് നടത്തണം. അതിൽ നിന്ന് അയാൾ ഭക്ഷിക്കാൻ പാടുള്ളതല്ല. ആ മാംസം അത് ഹറമിലുള്ള ഫക്കീറന്മാർക്ക്, മിസ്കീന്മാർക്ക് മാത്രം വിതരണം ചെയ്യേണ്ടതാണ്. അത് ഹറമിന് പുറത്തേക്ക് പോകാൻ പാടുള്ളതല്ല. പറഞ്ഞാൽ മനസ്സിലാണ്ടോ? അതായത് ഒരാൾ ഹജ്ജിൻ്റെ വാജിബ് നഷ്ടപ്പെടുത്തി മുസ്ദലിഫയിൽ രാപ്പാർത്തിലെ ഉദാഹരണം, അയാൾ എന്ത് ചെയ്യണം? ഒരറിവ് കൊടുക്കൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ ഒരാൾ എന്ത് ചെയ്ത് ഇഹ്റാമിൽ പാടില്ലാത്തൊരു പ്രവൃത്തി ചെയ്ത് ഹറമിൽ വെച്ചിട്ട് അയാൾ മുടിയെടുത്ത് ഇഹ്റാമിലായിരിക്കെ എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അതിന് അറിവ് കൊടുക്കണം. ഫഫീദിയത്തു മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക്, 3-4 പ്രായശ്ചിത്തം നൽകണം. അതിൽപ്പെട്ടതാണ് അറിവ്. ആ അറിവാണ് അയാൾ കൊടുക്കുന്നത് എങ്കിൽ അത് ഹറമിൽ വെച്ച് കൊടുക്കണം. അത് അയാൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഭക്ഷിക്കാൻ പാടുള്ളതല്ല. അത് ഹറമിലെ ഫക്കീറന്മാർക്ക് മാത്രമായിട്ട് വിതരണം ചെയ്യണം. മൂന്നാമത്തെ ഹാല് ഇത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോഴാണ് ആ രണ്ടാമത്തെ മസാല പൂർത്തിയാകുക. ഒരാൾ എന്ത് ചെയ്ത് ഇഹ്റാമിൽ പ്രവേശിച്ച് വന്നു മീക്കാത്തിൽ നിന്ന്, പക്ഷേ മക്കത്ത് എത്തുന്നതിന് മുമ്പ് അയാൾ തടയപ്പെട്ടു, ഇഹ്സാർ ചെയ്യപ്പെട്ടു എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അറിവ് കൊടുക്കണം. ഇതേപോലെ മറ്റൊരു ഹാലാണ് ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ച് വന്നു, വഴിയിൽ വെച്ചിട്ട് അയാൾ വേട്ടയാടി, കരയിൽ വേട്ടയാടി, മക്കയിലെത്തുന്നതിന് മുമ്പ് ഇഹ്റാമിൽ. ഇപ്പോൾ മദീനത്ത് നിന്ന് വരുമ്പോൾ നോക്കി നിങ്ങൾ കുറേ 400 ചില്ലാനം കിലോമീറ്റർ എന്ത് ചെയ്യണം? അയാൾ ഇഹ്റാമിലായിട്ട് വരണം മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ ആ യാത്രാ ദൂരത്തിൽ ഒരാൾ വേട്ടയാടി നോക്കുക, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് തടയപ്പെട്ട് നോക്കുക. അതിൻ്റെ അറിവ് എവിടെയാണോ അയാൾ തടയപ്പെട്ടത്, വേട്ടയാടിയത്, അവിടെ വെച്ചാണ് നടത്തേണ്ടത്. അത് മക്കത്ത് വെച്ച് നടത്തേണ്ട. അത് എവിടെ വെച്ചാണ് തടയപ്പെട്ടത് അല്ലെങ്കിൽ വേട്ടയാടിയത് അവിടെ വെച്ചാണ് എന്ത് ചെയ്യേണ്ടത്? അറക്കേണ്ടത്. അത് അവിടെയുള്ള മിസ്കീന്മാർക്കാണ് വിതരണം ചെയ്യേണ്ടത്. അത് അയാൾ തിന്നാനും പാടുള്ളതല്ല. അയാൾ അത് സാധുക്കൾക്ക് പൂർണ്ണമായിട്ട് നൽകുകയാണ് വേണ്ടത്. എവിടെയാണ് അർത്ഥത അവിടെ വെച്ച്. അപ്പോൾ ഈ അറിവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ തഫ്സീലിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ സഹോദരൻ്റെ ചോദ്യം ഒരു മൊത്തത്തിലുള്ളൊരു ഇതായതുകൊണ്ട് ഞാനത് പിന്നെയാണ് ഓർമ്മയിൽ വന്നത്. അതുകൊണ്ടാണത് വിശദീകരിക്കുന്നത്. അത് കൂടി അനുബന്ധമായിട്ട് സഹോദരൻ മനസ്സിലാക്കണം. അതേസമയം തമത്തുആയിട്ടും ഖിറാനായിട്ടും ഹജ്ജ് ചെയ്യുന്നവർ അവരുടെ അറിവ് നടത്തേണ്ടത് മക്കയിലാണ്. മക്കത്തിന് പുറത്തത് ഇറക്കാൻ പറ്റില്ല. പക്ഷേ ആ അറിവിൽ നിന്ന് അയാൾക്ക് ഭക്ഷിക്കാം, അയാൾക്ക് ആ മാംസം പുറത്ത് വിതരണം ചെയ്യുകയും ആകാവുന്നതാണ്. മക്കത്തും വിതരണം ചെയ്യാം. ഇതാണ് അതിൽ സഹോദരൻ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആ മസല തസവൂറായിട്ടുണ്ടാകും, രൂപപ്പെട്ടിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അല്ലാഹു ആലം. അടുത്തത് ഇനി ഈ സഹോദരൻ്റെ ചോദ്യമാണ്. അതായത് ചില ഹജ്ജ് കമ്മിറ്റിക്കാർ ഹാജിമാരെ നാട്ടിലുള്ള എല്ലാ മിക്ക ജാറങ്ങളിലും കറക്കി കൊണ്ടുവരും.
ജാറങ്ങളിൽ പോയിട്ട് അവിടുത്തെ കുരുത്തം പൊരുത്തൊക്കെ നേടി പിന്നീട് മദീനത്ത് വരും. എന്നിട്ട് മദീനത്ത് നിന്ന് പിന്നീട് മക്കയിൽ വന്നിട്ട് ഹജ്ജ് ചെയ്യുന്ന രീതി, അത് ഈ ഇത്തരം ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഹാജിമാർ ശ്രദ്ധിക്കേണ്ടതാണ്, അത് ചെയ്യിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തിനാണ് ഈ ജാറങ്ങളിലേക്കുള്ളവരുടെ ഈ ടൂറ്? എന്തിനാണ് ടൂറ്? ജാറങ്ങളിലേക്കുള്ള ടൂറ് ജാറത്ത് കിടക്കുന്നവർ, അന്ത്യവിശ്രമം കൊള്ളുന്നവർ അവരുടെ കുരുത്തം നേടാനും പൊരുത്തം നേടാനും അവരോട് സങ്കടപ്പെടാനും ആവലാതിപ്പെടാനൊക്കെ വേണ്ടിയിട്ടാണ്. അതൊക്കെ ശിർക്കൻ വിശ്വാസങ്ങളാണ്, ശിർക്കൻ പ്രവർത്തനങ്ങളാണ്. അതൊക്കെ ചെയ്യിച്ചിട്ട് ആ ആളുകളെ കൊണ്ട് ഹജ്ജ് ചെയ്യിക്കുക എന്നാണ്. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പിന്നെയും ജാറത്ത് പോകണമല്ലുണ്ട് പരീക്കോണിന് മുമ്പ്. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 18 നബിമാരുടെ പേരെടുത്ത് പറഞ്ഞ് തുടർച്ചയായിട്ടുള്ള ആയത്തുകളിൽ അവരുടെ പിതാക്കളെ, മക്കളെ, സഹോദരങ്ങളെ അനുസ്മരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആ നബിമാരുടെയൊക്കെ പിതാക്കന്മാരെയും അതേപോലെ തന്നെ നൂഹ് മുതൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് നബിമാരെ എണ്ണീട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 18 അല്ലെങ്കിൽ 17 നബിമാരുടെ പേര് എടുത്ത് പറഞ്ഞ് അവരുടെ സഹോദരങ്ങളെ അനുസ്മരിച്ച് മക്കളെ അനുസ്മരിച്ച് പിതാക്കളെ അനുസ്മരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നൊരു യാഥാർത്ഥ്യമാണ് വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവർ വരെ ശിർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുന്നു. നബിമാർ, മഅസൂമീങ്ങളായ നബിമാർ, എല്ലാ നബിമാർക്കും സയ്യിദായ ഉലുൽ അസ്മിൽ സയ്യിദായ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലഇൻ അശ്റക്ത് ലയഹ്ബതന്ന അമലുക എന്നാണ്. നീ ശിർക്ക് ചെയ്താൽ നിൻ്റെ അമലുകൾ പൊളിഞ്ഞ് തകർന്നു പോകുന്നതാണ്. അപ്പോൾ ഇത്തരം ആളുകൾ ഈ ഹജ്ജ് ചെയ്തിട്ട് പിന്നെ അതിനെ തുടർന്ന് ഷിർക്കൻ പ്രവൃത്തികൾ, ഹജ്ജിന് വരുമ്പോൾ ഷിർക്കൻ പ്രവൃത്തികൾ, ഇത്തരം ഹാജിമാരുടെ തലയിൽ ഈ പണ്ഡിത വേഷധാരികളായിട്ടുള്ള ആളുകൾ കയറ്റി വെക്കുന്നത് വരെ കാബത്തിങ്ങൾ വരെ കബറാണെന്നാണ്. കാബത്തിങ്ങൾ വരെ കബറാണെന്നാണ്. ഹിജർ ഇസ്മായിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിജറിൽ അതിനുള്ളിൽ കബറുണ്ട് എന്നുള്ളത് വരെ ധരിച്ചിട്ട് പലരും ആ ഖബറിനെ നിയ്യത്താക്കിയിട്ട് തവാഫ് ചെയ്യണ അവസ്ഥ വരെയാണ് വന്നു പോകുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അതൊക്കെ വളരെ അപകടകരമായിട്ടുള്ളതായ വിഷയങ്ങളാണ്. അതിൻ്റെ അപകടങ്ങൾ വളരെ ഗൗരവതരമായിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഇതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു അലം. സഹോദരൻ്റെ ചോദ്യം ഈ പള്ളി കമ്മിറ്റികളിലേക്കൊക്കെ ഉദ്ഹിയെ അറക്കാൻ ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഉദ്ഹിയത്ത് അറക്കുന്നതിൽ വക്കാലത്ത് അനുവദനീയാണ്. വക്കാലത്തുമായി ബന്ധപ്പെട്ടുള്ളതായ മസലയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരാളെ നമ്മളുടെ അറിവ് ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉരുവിനെ അറക്കണം. അങ്ങനെ അയാളെ ഏൽപ്പിച്ച് നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണം. ആ വക്കീൽ ആ രീതിയിൽ അൽ മുസ്ലിമൂൻ അലാ ശുറൂത്തിഹിം, ആ രീതിയിൽ അയാൾ എന്ത് ചെയ്യണം? അത് നിർവഹിക്കണം. നമ്മൾ ഏൽപ്പിച്ചു കമ്മിറ്റിക്കാർ അവരുടെ രീതി നമ്മളോട് പറഞ്ഞ് ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ചെയ്യണത്, നിങ്ങൾക്ക് ഇത്ര നമ്മൾ ഇറച്ചി തരും, ബാക്കിയുള്ള ഇറച്ചി ഞങ്ങൾ ഈ രീതിയിൽ വിതരണം ചെയ്യും. അതിൽ നമ്മൾ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യണതിൽ പ്രശ്നമല്ല. വക്കാലത്ത് നൽകാവുന്നതാണ്. ഉദ്ഹിയ്യത്തിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിലെ ഹദിയിൽ 63 തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറക്കുകയും ബാക്കി അറക്കാൻ അലിയാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അലിയാർക്ക് വക്കാലത്ത് കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇത്തരം ഇബാദത്തുകളിൽ ഈ വക്കാലത്ത് അല്ലെങ്കിൽ നിയാബത്ത് അനുവദനീയമാണ്. അത് ഈ രീതിയിലാണെങ്കിൽ, ഇപ്പോൾ ഉണർത്തിയ രീതിയിലാണെങ്കിൽ അതിൽ പ്രശ്നമല്ല. അതേപോലെ തന്നെ ഉദ്ഹിയ്യ അത് മറ്റ് നാടുകളിൽ മുസ്ലിമീങ്ങൾക്ക് കൂടുതൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ അവിടെ കാശ ഏൽപ്പിച്ചിട്ട് അറക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ അതും അനുവദനീയമാണ്. അതും വക്കാലത്തിൻ്റെ രൂപമാണ്. നമ്മളെന്ത് ചെയ്തു? ഏതെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിൽ ഒരു വ്യക്തിയെ എൻ്റെ ഉദ്ഹിയ്യ നിങ്ങൾ അവിടെ അറുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് കാശ് ഏൽപ്പിച്ച് അല്ലെങ്കിൽ മൃഗത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും അനുവദനീയമാണ്. അതിൽ ഇഷ്കാലില്ല. ഇതാണ് അതിൽ പറയാനുള്ളത് സഹോദരനോട്. അല്ലാഹു അലം. പെരുന്നാൾ
കേരളത്തിൽ ആഘോഷിക്കുന്ന ഒരു വ്യക്തി ബോംബെയിൽ തൻ്റെ അറിവ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു എങ്കിൽ അയാളുടെ അറിവ് എപ്പോഴാണ് നടത്തേണ്ടതെന്നാണ്. അറക്കുന്ന സ്ഥലത്ത് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അറക്കേണ്ടത്. എവിടെയാണോ തൻ്റെ ഉദ്ഹിയ അറക്കുന്നത് ആ അറക്കുന്നിടത്ത് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഉദ്ഹിയ അറക്കേണ്ടത്. ഇതാണ് പണ്ഡിതന്മാരെ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത്. അല്ലാഹു ആലം. പിന്നെ ഒരു സഹോദരൻ്റെ ചോദ്യം തസ്രീഹുമായി ബന്ധപ്പെട്ടാണ്. തസ്രീഹ് ഇല്ലാതെ ഹജ്ജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് തസ്രീഹിനെ നിശ്ചയിച്ചിട്ട് ആ തസ്രീഹിനനുസരിച്ച് പിന്നെ കൊണ്ട് ഹജ്ജ് ചെയ്യണം എന്ന് നിഷ്കർഷിക്കുന്നത്? എല്ലാവർക്കും അറിയുന്നതും അനുഭവത്തിലൂടെ എല്ലാവരും ആസ്വദിക്കുന്നതുമായൊരു വിഷയമാണ് പിന്നെ ഈ ആളുകളെ പിന്നെ തസ്രിയോട് കൂടിയിട്ട് ഹജ്ജ് ചെയ്യുമ്പോൾ പിന്നെ അവിടെ നിയന്ത്രിക്കുവാനും അതേപോലെ തന്നെ തിരക്കും മറ്റ് അപകടങ്ങളും ഒഴിവാക്കാനുള്ളതായ പിന്നെ അവസ്ഥ അതെല്ലാവരും സമ്മതിക്കുന്ന ഒരു വിഷയമാണ്. ഗവൺമെൻറ് തസ്രീഹിനെ നിഷ്കർഷിക്കുന്നത് തസ്രീഹില്ലാതെ ഒരാൾ ഹജ്ജ് ചെയ്താൽ അയാളുടെ ഹജ്ജ് ബാത്തിലാണെന്നുള്ള പിന്നെ വിധി കൊണ്ടല്ല, അങ്ങനെ പറഞ്ഞിട്ടുമല്ല. പ്രത്യുത പണ്ഡിതന്മാർ തസ്രീഹ് കൊണ്ട് ഹജ്ജ് ചെയ്യണം, തസ്രീഹ് എടുത്തിട്ട് ഹജ്ജ് ചെയ്യണം എന്നുള്ളത് പറയുന്നത് ആ നിലപാടിനെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നത് ശക്തിപ്പെടുത്തുന്നത് വലിയ ഒരു മസ്ലഹത്തിനെ പരിഗണിച്ചിട്ടാണ്. ആ മസ്ലഹത്ത് മൊത്തം ഹാജിമാർ, വിശിഷ്യ വിദേശികളായിട്ടുള്ള ഹാജിമാർ, അതേപോലെ തന്നെ തസ്രീഹ് എടുത്തിട്ട് പോകുന്ന ഹാജിമാർ, അവരുടെയൊക്കെ ഹജ്ജിൻ്റെ സുഗമമായ നിർവഹണത്തിന് വേണ്ടിയാണ്. വിശിഷ്യ ഇപ്പോൾ ഈ നാളുകളിൽ ഹറമിൽ പണി നടക്കുകയാണ്, വികസനത്തിൻ്റെ പണികൾ നടക്കുകയാണ്. അപ്പോൾ സുഖകരമായിട്ട് ഹാജിമാരുടെ ഹജ്ജ് നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ ഹജ്ജിമാർക്കുള്ളതായ ഖിദ്മത്ത് അത് യഥാവിധം അത് നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി, അത് ഹാജിമാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഈ തസ്രീഹിനെ നിഷ്കർഷിക്കുന്നത്. അതുകൊണ്ട് അതിനോട് സഹകരിക്കുകയാണ് വേണ്ടത്. പിന്നെ ഒരു വിഷയം ഞാൻ ഉണർത്തി, ഒരാൾ തസ്രീഹ് ഇല്ലാതെ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഹജ്ജ് അത് അസ്വീകാര്യമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തസ്രീഹ് അത് നിഷ്കർഷിച്ചത്, അതിൻ്റെ ഫലം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് പാലിക്കുകയും അതിനെ മുഖവിലക്കെടുക്കുകയും ചെയ്യൽ എല്ലാവരുടെയും മേൽ ബാധ്യതയാണ്. ഭരണാധികാരി ഒരു കാര്യം കൽപ്പിച്ചു, ആ കൽപ്പിച്ച കാര്യം അതിന് ലംഘനം അത് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിന് ധിക്കാരം പ്രവർത്തിക്കുന്നത് തെറ്റാണ്, കുറ്റകരമായ കാര്യമാണ്. അത് പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഉണർത്തിയിട്ടുണ്ട്. അതെല്ലാ ആളുകളും ഹജ്ജിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ തസ്രീഹ് കിട്ടിയിട്ടില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർബന്ധമല്ല അയാൾക്ക്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്നാണ്. ശാരീരികമായ ശേഷി, സാമ്പത്തിക ശേഷി, മക്കയിലെത്താനുള്ള വഴി, അതിൻ്റെ സാധ്യത, അതൊക്കെ ഉണ്ടെങ്കിലാണ് ഹജ്ജ് നിർബന്ധമാണത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് തസ്രീഹ് കിട്ടിയിട്ടില്ല, അയാൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അയാളുടെ മേൽ നിർബന്ധമല്ല. വഴി അയാൾക്ക് എപ്പോഴാണ് ഒരുങ്ങുന്നത് അപ്പോഴാണ് അയാളുടെ മേൽ ശാരീരിക സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമാണത്. അയാൾ അതുകൊണ്ട് കുറ്റക്കാരനാണില്ല. നിയമങ്ങൾ അതിനെ പാലിക്കുമ്പോൾ അതിനാലുണ്ടാകുന്ന സുരക്ഷിതത്വം, അതിനാലുണ്ടാകുന്നതായ സുഖം, വിശിഷ്യ ഹജ്ജിൻ്റെ വിഷയങ്ങളിൽ ഹാജിമാർ അനുഭവിക്കുന്നതായ പിന്നെ കുറേ അനുഗ്രഹങ്ങൾ അതെല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ്. അത് നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ് വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു തആല ആലം.
സഹോദരൻ്റെ ചോദ്യം അറവുമായി ബന്ധപ്പെട്ടാണ്. എവിടെയാണ് അറക്കേണ്ടത് അതല്ലേ ചോദ്യം? കൈകൊണ്ട് തന്നെ അറക്കണം എന്നുള്ളത്. അറവ് രണ്ട് രീതിയിലാണ്. ഒന്ന് ദബഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഴുത്തിൻ്റെ ഈ മേൽഭാഗം അവിടെയുള്ള രക്തക്കുഴലിനെ മുറിച്ചുകൊണ്ട് ശ്വാസനാളങ്ങളെയും അതേപോലെ രക്തക്കുഴലിനെയും മുറിച്ചുകൊണ്ടുള്ള ഔദാജുകളും മുറിച്ചുകൊണ്ടുള്ള അറവ് ദബഹ്. അതേപോലെ തന്നെ നെഹർ രണ്ടാമത്തേത്, അത് ഗളത്തിൽ കുത്തിയിട്ടുള്ള അറവ്. നെഹർ ഒട്ടകത്തിനൊക്കെ അറക്കണത്. ഇത് ബിസ്മി ചൊല്ലിയിട്ടാണ് അറക്കേണ്ടത്. അത് കൈകൊണ്ട് അറുത്തിട്ടുണ്ടെങ്കിലും അതല്ല ഉപകരണം കൊണ്ട് അറുത്തിട്ടുണ്ടെങ്കിലും ആ ഭാഗങ്ങൾ മുറിയലും രക്തം ഒലിക്കലുമാണ് വേണ്ടത്. ബിസ്മി ചൊല്ലി അറക്കണം, അതേപോലെ തന്നെ രക്തം ഒഴുകണം. അതിന് മെഷീനിൽ അറുത്താലും ശരി, കൈകൊണ്ട് അറുത്താലും ശരി, എങ്ങനെയാലും ശരി, ആ ഭാഗങ്ങൾ മുറിഞ്ഞ് രക്തം പോകുക എന്നുള്ളതാണ്. അത് വേട്ടമൃഗത്തെ സംബന്ധിച്ചിടത്തോളം കഴുത്തിൽ തന്നെ കുത്തി അറുത്തോളണമെന്നില്ല. ദബഹും നെഹറും വേട്ടമൃഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഷർത്തല്ല. വേട്ടമൃഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബിസ്മി എല്ലിയിട്ടൊരു വേട്ടമൃഗത്തിനെ ഒരു ആയുധം കൊണ്ട് എറിഞ്ഞ് അല്ലെങ്കിൽ തോക്കുകൊണ്ട് വെടിവെച്ച് എങ്കിൽ ആ വേട്ടമൃഗത്തെ അറുത്തിട്ടില്ലെങ്കിലും നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. അതേസമയം അല്ലാത്ത രീതിയിലുള്ള മൃഗങ്ങളാണെങ്കിൽ വേട്ടമൃഗത്തിന് കുറേ വിധികളുണ്ട് അതുമായി ബന്ധപ്പെട്ട്. അതിന് ഞാൻ ഒരു മൊത്തത്തിലേ പറഞ്ഞുള്ളൂ. അതേസമയം അതല്ലാത്ത മൃഗങ്ങളാണെങ്കിൽ ദബഹും നെഹറുമാണ് അറവ്. അത് ബിസ്മി ചൊല്ലിയിട്ട് കൈകൊണ്ട് അറുത്താലും ശരി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണം എടുത്ത് അറുത്താലും ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൃഗങ്ങൾ അറക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പറഞ്ഞ ആ മര്യാദകൾ പാലിക്കുകയാണ് വേണ്ടത്. അതായത് മൃഗങ്ങൾക്ക് റാഹത്ത് കൊടുക്കണം, മൃഗങ്ങളുടെ നേരെ കെട്ടിയിട്ടിട്ട് കത്തി അതിൻ്റെ കണ്ണ് മുമ്പിൽ വെച്ചിട്ട് മൂർച്ച കൂട്ടാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ പെട്ടെന്ന് അറക്കണം, മൂർച്ച അല്ലാത്തതുകൊണ്ട് അറക്കാൻ പാടുള്ളതല്ല. ഇങ്ങനത്തെ കുറേ നിബന്ധനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. കുറേ അദബുകൾ പറഞ്ഞിട്ടുണ്ട്, നിബന്ധനയുള്ള അദബുകൾ പറഞ്ഞിട്ടുണ്ട്. ആ അദബുകൾ പാലിച്ച് അറക്കുകയാണ് വേണ്ടത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് മെഷീൻ കട്ടാണെങ്കിലും ഹാൻഡ് കട്ടാണെങ്കിലും ബിസ്മി ചൊല്ലിയിട്ടാണ് അറുത്തിട്ടുള്ളത് എങ്കിൽ അത് നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഖം കൊണ്ട് മുറിച്ചത്, അതേപോലെ തന്നെ പല്ലുകൊണ്ട് മുറിച്ചത്, അതിന് വിലക്ക് വന്നതായിട്ട് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതേസമയം രക്തം ഒലിപ്പിക്കുന്ന ഞാൻ പറഞ്ഞ് നെഹർ നടത്തേണ്ടത് ഗളത്തിൽ കുത്തിയിട്ടാണ് മൃഗങ്ങളെ. ദബഹ് നടത്തേണ്ടത് കഴുത്തിൻ്റെ മേൽഭാഗത്തുള്ള ജീവനാടിയും അതേപോലെ തന്നെ രക്തക്കൊയലുകളും മുറിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ദബഹ് നടത്തേണ്ടത്. അത് ആലത്ത് കൊണ്ട് നടത്തുന്ന ഈ കയ്യെ പിടിച്ചിട്ടുള്ള ആലത്തായാലും സ്വിച്ചിട്ടിട്ട് നടത്തുന്ന ആലത്തായാലും ഒരുപോലെയാണ്. അത് മുറിച്ചിട്ട് രക്തം ഒലിച്ചിട്ടുണ്ട് എങ്കിൽ ബിസ്മില്ല ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മെഷീൻ കട്ടാണ്, കൈകൊണ്ട് അറുത്തതാണ്, മുസ്ലിമാണ് അറുത്തത്, അല്ലെങ്കിൽ വേദക്കാരിൽപ്പെട്ടവരാണ് അറുത്തത്, ഇത് നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്ക് അവരെ അറുത്തത് ഭക്ഷിക്കാവുന്നതാണ്. ഇതാണ് ആ വിഷയത്തിൽ പറയുന്നത്. അതിലൊരു ഇഷ്കാലിൻ്റെ ആവശ്യമല്ല. നഖം കൊണ്ട് അറുത്തത്, അതേപോലെ തന്നെ പല്ല് കൊണ്ട് അറുത്തത്, അതിൻ്റെ വിഷയത്തിൽ ഒരു ഹദീസിൽ വിരോധം വന്നത് കാണാൻ സാധിക്കും. അത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഖവും പല്ലും ഒന്നും ഈ രക്തം ഒഴുകണം. അത് മെഷീൻ കട്ടായാലും മറ്റ് ഹാൻഡ് കട്ടായാലും രക്തം ഒലിക്കണം. രക്തം ഒലിക്കാൻ പര്യാപ്തമായിട്ടുള്ളതായ ഉപകരണങ്ങളാണ് നോക്കേണ്ടത്. പല്ലുകൊണ്ട് അറുത്തത്, അതേപോലെ കടിച്ചറുത്തത്, അല്ലെങ്കിൽ നഖം കൊണ്ട് മുറിച്ചറുത്തത്, അതൊന്നും രക്തം ഒലിച്ചു പോവില്ല എന്നത് കാരണത്താലായിരിക്കാം. ഏതായാലും അതുകൊണ്ട് അറുത്തത് ഭക്ഷിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതേസമയം ഈ രക്തം വലിച്ചിറങ്ങുന്ന രീതിയിലുള്ളതായ അറിവ് നടത്തിയത് ഉണ്ടല്ലോ, അത് ഏത് രീതിയിലാണെങ്കിലും അത് മെഷീൻ കട്ടായാലും വേണ്ടില്ല, ഇനി ഹാൻഡ് കട്ടാണെങ്കിലും വേണ്ടില്ല, അത് ബിസ്മില്ല അർത്ഥമായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭക്ഷിക്കാവുന്നതാണ്. ഇതാണ് ആ വിഷയത്തിൽ സഹോദരനോട് ഉണർത്താനുള്ളത്. അതേസമയം ശ്വാസം മുട്ടിച്ച് കൊന്നത്, അതേപോലെ തന്നെ കറണ്ട് കൊടുത്തിട്ട് കൊന്നത്, ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അത് തിന്നാൻ പറ്റൂല, അതിലൊന്നും ഇഷ്കാലില്ല. എന്തുകൊണ്ട്? അതിന് രക്തം ചിന്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. വേട്ടമൃഗത്തിൻ്റെ വിധി വേറെയാണ്, അത് വേറെ മനസ്സിലാക്കേണ്ടതാണ് വിശദമായിട്ടുള്ളത്.
മനസ്സിലായില്ലേ? ഇതാണ് ആ കാര്യത്തിൽ ഉണർത്താനുള്ളത്. വെള്ളിയാഴ്ച നോമ്പ്, വെള്ളിയാഴ്ച അറഫ വന്നിട്ടുണ്ടെങ്കിൽ നോമ്പെടുക്കുന്നതിനെ കുറിച്ചാണ്. വെള്ളിയാഴ്ച നമ്മൾ നോമ്പെടുക്കുമ്പോൾ അറഫ വന്നാൽ, വെള്ളിയാഴ്ച അറഫ വന്നാൽ നമ്മൾ വെള്ളിയാഴ്ച നോമ്പ് എടുക്കാൻ പാടുള്ളതല്ല, അറഫ നോമ്പ് എടുക്കാം. വെള്ളിയാഴ്ച ദിവസം നോമ്പെടുക്കുന്നത് ഹറാമാണ്, പാടില്ല, പിന്നെ നോമ്പെടുക്കാൻ പാടുള്ളതല്ല. അതിന് മുമ്പോ ശേഷം ഒരു ദിവസം തുടർത്തിയുള്ള നോമ്പാണെങ്കിലല്ലാതെ. അതേസമയം വെള്ളിയാഴ്ച അറഫ വന്നാൽ നമ്മളെടുക്കുന്ന നോമ്പ് വെള്ളിയാഴ്ച നോമ്പല്ല, നമ്മളെടുക്കുന്ന നോമ്പ് അറഫ നോമ്പാണ്. വെള്ളിയാഴ്ചയിൽ നമുക്ക് അറഫ നോമ്പെടുക്കാവുന്നതാണ്, വെള്ളിയാഴ്ചയിൽ നമുക്ക് ആഷൂറ നോമ്പെടുക്കാവുന്നതാണ്, വെള്ളിയാഴ്ചയിൽ നമുക്ക് താസുഅ നോമ്പെടുക്കാവുന്നതാണ്. വെള്ളിയാഴ്ച നോമ്പെടുക്കാൻ പാടുള്ളതല്ല, അറഫ നോമ്പെടുക്കാം. ഇതാണ് അതിൽ പറയാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വജസാക്കുമുല്ലാഹു ഖൈറൻ. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.